റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പുതിയ സർക്കാർ വന്നിട്ടും PMAY ഗുണഭോക്താക്കൾ പെരുവഴിയിൽ തന്നെ. വീടിനായി കിടപ്പാടം പൊളിച്ചവർക്ക് ഇതുവരെ ഗഡുക്കൾ കിട്ടിയില്ല. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 46,381 വീടുകൾക്ക് എഗ്രിമെന്റ് വെച്ചെങ്കിലും 9,865 വീടുകൾക്ക് ഒന്നാം ഗഡു പോലും ലഭിച്ചിട്ടില്ല. നാലാം ഗഡു ആർക്കും നൽകിയിട്ടില്ല. കാലവർഷം എത്തിയതോടെ ദുരിതത്തിലാണ് കുടുംബങ്ങൾ. MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഇവരെ പെരുവഴിയിലാക്കിയ സാഹചര്യം ഇനി എന്താണ് ഒരു പോംവഴി? എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ടല്ലോ അല്ലേ? റോഷ്നി, നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തൊരു വിഷയമാണ് PMAY ഗുണഭോക്താക്കളുടെ ദുരവസ്ഥ. പക്ഷേ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, അവർക്ക് പണം അനുവദിക്കുന്നതിൽ യാതൊരു നടപടികളും ആരംഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീടിനായി കിടപ്പാടം പൊളിച്ചവർ ഉൾപ്പെടെ ഇപ്പോഴും പെരുവഴിയിൽ കഴിയുകയാണ്. അവർക്ക് എന്താ ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ഹഡ്കോ വഴി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ എടുക്കാൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ അക്കാര്യത്തിലും പിന്നീട് തുടർ നടപടി ഉണ്ടായിട്ടില്ല. ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 46,381 വീടുകൾക്കാണ് എഗ്രിമെന്റ് വെച്ചത്. ഇതിൽ ഒന്നാം ഗഡു നൽകിയത് 36,516 വീടുകൾക്ക് മാത്രമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 9,865 വീടുകൾക്ക് ഇതുവരെ ഒന്നാം ഗഡു പോലും നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 16,538 വീടുകൾക്കാണ് രണ്ടാം ഗഡു നൽകിയിട്ടുള്ളത്. 836 വീടുകൾക്ക് മാത്രമാണ് ഇതുവരെ മൂന്നാം ഗഡു നൽകാനായതും. നാലാം ഗഡു ആർക്കും നൽകിയിട്ടില്ല എന്നതാണ് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. റോഷ്നി പറഞ്ഞതുപോലെ കാലവർഷം എത്തുകയാണ്. ഈ മഴക്കാലം വരുന്നതോടുകൂടി തന്നെ നിലവിലുള്ള ഒരു ദുരവസ്ഥ ഇരട്ടിയിലാകും. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കിടപ്പാടം പൊളിച്ചാണ് പുതിയ കെട്ടിടത്തിനായി ഇവർ അടിസ്ഥാനം ഉൾപ്പെടെ കെട്ടിയത്. അതിന് സമീപത്ത് ടാർപോളിൻ കൂര ഉൾപ്പെടെ വച്ച് താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. കാലവർഷം എത്തുന്നതോടുകൂടി തന്നെ വലിയ ബുദ്ധിമുട്ടിലാവും അവരുടെ ജീവിതം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും വേഗം സർക്കാർ ഇടപെടണമെന്ന ആവശ്യമാണ് ഗുണഭോക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്.